വെനസ്വേല വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്. നമ്മള് മദൂരോനെതിരെയുള്ള ആളാണ്. മച്ചാഡോ എന്ന് പറയുന്ന ആളാണ്. ഒരു സ്ത്രീയാണ്. നോബൽ പ്രൈസ് കുറെ കിട്ടിയ ആളല്ലേ? കാലങ്ങളായിട്ട് അവിടെ ഈ മദൂരോക്കെതിരെ പോരാടുന്ന ഈ പറഞ്ഞ പോലെ ഒളിവിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഇപ്പൊ അടുത്ത് നമ്മളെ ട്രംപ് അണ്ണനെ കടത്തി വെട്ടിക്കൊണ്ട് നോബൽ പീസ് പ്രൈസ് കൊടുത്തു നോർവേയിൽ നിന്നിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരി ഇത് പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നോർവേയിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മകളെയാണ് പറഞ്ഞു വിട്ടത്. അപ്പൊ മകള് കുറെ കാലമായിട്ട് പുറത്താണ്, യൂറോപ്പിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ ഈ പുള്ളിക്കാരി അപ്പോ ഈ ഞാൻ വരലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ വരുന്നു മച്ചാഡോന്റെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സിനിമാ കഥ പോലെ പുള്ളിക്കാരി മകൾക്ക് മറ്റേ നോബൽ പ്രൈസ് കിട്ടിയതും പിറ്റേ ദിവസം പുള്ളിക്കാരി അവിടെ ലാൻഡ് ചെയ്യുന്നു മച്ചാഡോ. അപ്പോൾ പുള്ളിക്കാരി അപ്പോൾ ഇതെങ്ങാനും പുള്ളിക്കാരി എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മദുരോന്റെ ഭരണകൂടം പുള്ളിക്കാരിനെ പൂട്ടും. അപ്പോൾ മദുരോ ഈ പറഞ്ഞ പോലത്തെ ലെഫ്റ്റിസ്റ്റ്, ഈ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർ ആണ് സൗത്ത് അമേരിക്കയിലുള്ള വെനസ്വേലനെ കുത്വാളെടുപ്പിച്ച ഭരണകൂടമാണ്, ഭരണാധികാരിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ മച്ചാഡോ ആണ് ഈ പുള്ളിക്കാരനെതിരെ നിൽക്കുന്ന വലിയൊരു സ്ട്രോങ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി വന്ന കഥകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഈ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ മകൾക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നു അമ്മയ്ക്ക് പകരം. പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരി നോർവേയിൽ ലാൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കഥ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ് വായിച്ചത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വേഷമൊക്കെ മാറി ബോട്ടിലൂടെയും കാറിലൂടെയും പ്ലെയിനിലൂടെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റോ അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. അപ്പോൾ പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ സഹായിച്ചത് US സഹായിച്ചു കൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയത് എന്നുള്ളതാണ് വാർത്തകൾ പറയുന്നത്. അതുമാതിരി US-ലുള്ളൊരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ ഹെഡും ഇവരൊക്കെ കൂടിയാണ്. അവരിങ്ങനെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, റെസ്ക്യൂ എഫേർട്സ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനാണ് പുള്ളിക്കാരെ രക്ഷപ്പെടുത്തി നോർവേയിലോട്ട് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരോട് പറഞ്ഞത്, ഇനി ദേവി ഇത് തിരിച്ച് വെനസ്വേലയിലോട്ട് പോകരുത്, ഞങ്ങൾക്ക് ഇനി രക്ഷപ്പെടുത്താൻ വയ്യ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹോളിവുഡ് സിനിമക്ക് ആകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്, അരങ്ങേറിയത്. അപ്പോൾ ഇതാണ് വാർത്ത ആരിഫ് ഭായ്, സൗത്ത് അമേരിക്കയിൽ നിന്നിട്ടുള്ള. അപ്പോൾ ഇനി യൂറോപ്പിലെ കുറെ വാർത്തകളുണ്ട്. ഒരു കാര്യം പറയട്ടെ, ലൈക്ക് ഇത് വെനസ്വേലിന്റെ ഡൗൺഫോളിനെ കുറിച്ചും മധുരിനെ കുറിച്ചിട്ടൊക്കെ രവിചന്ദ്രൻ സി ആളുടെ ലൈവില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അത് പോയി കേൾക്കുക. വളരെ നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ. അതിന്റെ ഇടയിൽ നമ്മള് രവിചന്ദ്രൻ സിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ റഷ്യനെതിരെ ഞാനിങ്ങനെ പറയുന്നോണ്ട് എന്താ പറയാ, നീ ആർസിനെ പോലെ വിഡ്ഢിത്തരങ്ങളോടെ പറഞ്ഞ് എഴുന്നള്ളിക്കരുത് അറിയാത്തതിനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആർസിനെ പോലെ ഒരു വലിയൊരു വ്യക്തിത്വത്തിനൊപ്പം എന്നെ കമ്പാരിസൺ ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഉണർവോളി എന്നൊക്കെ പേരിട്ട സ്ഥിതിക്ക് ഇതൊക്കെ എന്തായാലും എന്താണ് അർഹൻ തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ആരിഫായി ഇനി ഓസ്ട്രേലിയ യൂറോപ്പ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ കുറെ നേരം എടുക്കും. അപ്പൊ ഞാൻ ഓസ്ട്രേലിയ യൂറോപ്പും സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ആഫ്രിക്ക, ഏഷ്യ, ഇന്ത്യയിലോട്ട് അങ്ങ് പോയാലോ? ആഫ്രിക്ക, ഇന്ത്യ, ഏഷ്യയും പോകാം. പക്ഷെ യൂറോപ്പിൽ നിന്നും ജർമ്മനിയിലെ ഒരു അറ്റാക്കിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു. വീണ്ടും ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. ജർമ്മനിയില് കത്തിക്കുത്തല്ലേ? അതെ, അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൽ കത്തിക്കുത്തടിച്ചത്. പക്ഷെ അത് ന്യൂസ് ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അധികം ഏതാനും മണിക്കൂറുകളായിട്ടുള്ളൂ. അതെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു വീഡിയോ. വിസഗ്രാഡ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഒരു ന്യൂസ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെ സൈറ്റ് പോയാൽ കിട്ടുമായിരിക്കും. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ പിന്നെ അത് വരട്ടെ, നമുക്ക് അടുത്ത ആഴ്ച പറയാം. ക്രിസ്മസിന് ഇനി സമയമുണ്ടല്ലോ. അതെ, ഓക്കെ. അപ്പോൾ അത് വിടല്ലേ, യൂറോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പോകും. റഷ്യ ഇതൊക്കെ വരും. എന്നാ പിന്നെ നമുക്ക് ഏഷ്യയിലേക്ക് വരാം. എന്തെങ്കിലും ഉണ്ടോ പാത്തു യൂറോപ്പിൽ നിന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ട് ഓർമ്മ? യൂറോപ്പിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ന്യൂസ് വരില്ലേ, കത്തിക്കുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയ അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ പിന്നെ കുറെ സ്ക്രോൾ ചെയ്ത് പോയി ഇതിലേക്ക് ശരിക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരാൾക്ക് വെറുതെ അടിച്ചു കൊടുത്താലൊന്നും സംഭവം കിട്ടില്ല. സോ ഇതിന് പിറകിൽ കുറെ സാധനങ്ങൾ, എന്തുകൊണ്ട് ഇവര് ന്യൂസ് ഹൈഡ് ചെയ്യുന്നു. അതുപോലെ ഒരു
ഇമിഗ്രൻസിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു ലോയർ ഉണ്ട്. അവരെ ഇമിഗ്രൻസ് കയറി പീഡിപ്പിച്ചു. പക്ഷെ അത് അവർ റിപ്പോർട്ട് ചെയ്തില്ല, കാരണം അത് ഇസ്ലാമോഫോബിയ ആയാലോ എന്ന് വിചാരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നു. അപ്പം അങ്ങനെയാണ് ലൈക്ക് സൂയിസൈഡൽ എംപത്തിന്റെ ഒരു അങ്ങേയറ്റം എന്ന് വെച്ചാൽ അങ്ങേയറ്റം. എന്നെ റേപ്പ് ചെയ്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറയില്ല. അടിപൊളി. ഈ സൂയിസൈഡൽ എംപതി എനിക്ക് അല്ല, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ ജർമ്മനിയിലൊരു ട്രക്ക് റാമിങ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തൊരു ചങ്ങന, അപ്പോൾ പുള്ളി എക്സ് മുസ്ലിം ആണെന്നാണ് ഇവരെല്ലാവരും ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ആൾ അറ്റാക്കിൻ്റെ ഇടയിൽ അല്ലാഹു അക്ബർ വിളിച്ചു എന്ന്. അതുകൂടാതെ ഇദ്ദേഹം എക്സ് മുസ്ലിം എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് സൗദിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ചങ്ങാതിയാണ്. അപ്പോൾ സൗദിയിൽ ഒരു വാണ്ടഡ് ക്രിമിനലായിരുന്നു ഈ ചങ്ങാതി. പിന്നെ ഇയാൾ അറ്റാക്ക് നടത്താൻ പോകുന്നു എന്ന് പറയും. ഇതിലൊക്കെ വിഷയം എന്ന് വെച്ചാൽ ഈ സാധനമൊന്നും ഇപ്പം നമ്മൾ ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടില്ല, പക്ഷെ ചില മീഡിയയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരും. ഇയാളെ ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലിതെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ സാധനം അവിടെ ചർച്ചാ വിഷയമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഈ തക്കിയ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ട് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഈ സാധനങ്ങൾ ആളുകളെ വഴിതെറ്റിക്കുന്നു ഈ പറയുന്ന ഇസ്ലാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി ഏതറ്റം വരെ അവർ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ജർമ്മനിയിലും മറ്റു പല രാജ്യങ്ങളിലും ജീവിക്കുന്നുണ്ട്. അവരെ ആരും തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ പിന്നാലെ പോകുന്നില്ല. പക്ഷേ ഇയാളുടെ പിന്നാലെ പോയിട്ടുണ്ട്. പലതവണ എക്സ്ട്രഡിക്ഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് ജർമ്മനി കോപ്പറേറ്റ് ചെയ്യാതെ ഇയാൾ എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞു നിന്ന്, എന്നിട്ട് അവിടെ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ പുള്ളി കുറേ എക്സ് മുസ്ലിങ്ങളെ സഹായിക്കാനെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഇയാളുടെ ഭാഗത്തു നിന്നായിട്ടുള്ള പ്രശ്നം നേരിട്ടിട്ട് കംപ്ലയിൻറ്റ്സ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ചർച്ചയായതാണ്. ഇതൊന്നും ആരും പറയില്ല. ഇതാണ് അവസ്ഥ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ എക്സ് മുസ്ലിമാണ്, ഇയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നള്ളിഫൈ ചെയ്യാം. ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ശരി, നള്ളിഫൈ ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരെണ്ണല്ലേ നള്ളിഫൈ ചെയ്യുള്ളൂ. യൂറോപ്പിലെമ്പാടും ഇതേപോലെ അറ്റാക്സ് നടത്തി അതിൻ്റെ ചരിത്രം അതിങ്ങനെ ഓരോ വർഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇനി വരും. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഉണ്ടായിട്ടുണ്ട്, എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ. ആദ്യമായിട്ട് ഈ സാധനം തുടങ്ങിയത് തന്നെ യൂറോപ്പിലാണ്. ആ സാധനത്തിൻ്റെ പേര് ആൻറ്റി ടെറർ ബോളഡ് എന്ന് പേരിട്ടത് തന്നെ ഈ ലണ്ടൻ അറ്റാക്ക്, അതുപോലെ പാരീസ് അറ്റാക്ക്, ഇതിലൊക്കെ ഈ പറയുന്ന വണ്ടി ഇടിച്ച് കയറ്റിയില്ല, ട്രക്കും ഒക്കെ ഇടിച്ച് കയറ്റിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് കാക്കാമാരാണ്. അപ്പോൾ ഒരു 100 എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം എക്സ് മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോൾ കിടന്ന് നിലവിളിക്കുന്നത്. ഈ സാധനത്തിൽ പോലും നിങ്ങൾ എക്സ് മുസ്ലിം ആണെന്ന് പറയുന്ന സാധനത്തിൽ പോലും അയാൾ അല്ലാഹു അക്ബർ വിളിച്ചു എന്നുള്ളതിന് ഐ വിറ്റ്നസ് ഉണ്ട്. ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നു എന്നതാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന്റെ പേര് മാറ്റിട്ട് വിന്റർ ഹോളിഡേയ്സ്, ലൈക്ക് ഹോളിഡേയ്സ്, ക്രിസ്മസിനുള്ള പേര് അവിടെ ക്യാൻസൽ ചെയ്യാം. സോ ഇതൊക്കെ പതുക്കെ ഇപ്പൊ കാസർഗോഡുള്ള ബസ് സ്റ്റോപ്പിനെ കുറിച്ച് പറഞ്ഞോന്ന് അറിയില്ല, ലൈക്ക് അറബി പേരുള്ള ഒരു ബസ് സ്റ്റോപ്പ് കണ്ടില്ലായിരുന്നോ, അത് മാറ്റി ഫുള്ളായിട്ട് അറബി. കാരണം അതുപോലെ അതെ. അപ്പൊ ക്രിസ്മസ് എന്നുള്ള പേരൊക്കെ മാറ്റുന്നുണ്ട്. നമ്മള് ചിലപ്പം ഈ വളരെ പാവങ്ങളായിട്ടുള്ള വയസ്സ് വിചാരിക്കും അതിനിപ്പോ എന്താ, ക്രിസ്മസിന് മാറ്റിയിട്ട് ഹാപ്പി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാലും സത്യം തന്നെയല്ലേ, സംഭവം സെയിം തന്നെയല്ലേ. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് ടൈനി സോഫ്റ്റ് ലോഞ്ചിങ്. ഇവരുടെ സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ കൊണ്ടുവരണം. ആദ്യം ക്രിസ്മസ് വായിക്കും. അതുപോലെ മറ്റേ സാദിഖാൻ മറ്റേ ക്രിസ്ത്യൻ ഹിം ആള് അത് മനഃപൂർവ്വം പാടാതിരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നല്ലോ. പക്ഷെ അതേസമയം റമദാൻ ഹാപ്പി റമദാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. സോ ഇത് ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഏതായാലും യൂറോപ്പിന് എത്രയും പറഞ്ഞല്ലോ, ഞാൻ യൂറോപ്പിന്റെ വേഗം അങ്ങ് പറഞ്ഞു വിടാം. ഇത് നമ്മളെ പറ്റി ഇതിനെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ എന്തുകൊണ്ടാണ് മീഡിയകൾ ഇങ്ങനത്തെ ന്യൂസുകളൊന്നും പറയാത്തത്? ഈ പറഞ്ഞ പോലെ ഇസ്ലാമോഫോബിയും റേസിസം പറഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യുന്ന പരിപാടികൾ, ലെഫ്റ്റ് ലിബറൽ വോക്കിസം, ഈ പറഞ്ഞ പോലെ അതും ആ ഒരു നിയോമാർസിസ്റ്റ് ലോബി, ആ ഒരു ലെഫ്റ്റ് ലിബറൽ വോക്ക് നിയോമാർസിസ്റ്റ് ലോബി, ആ ഒരു ചുമന്ന ലോബി, പച്ച ലോബിയായിട്ടുള്ള ഇസ്ലാമായിട്ടുള്ള ഈ ഒരു അൺഹോളി അലയൻസ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങൾ, ഇത് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യമാണ്. മീഡിയ ഇതിലെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഇസ്ലാമോ ലെഫ്റ്റ് ലോബി എന്ന് പറയുന്നത്, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി ആണെന്ന് പറഞ്ഞുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ എക്സ്പ്ലെയിൻഡ് ആണ്. അതിന്റെ കാരണം ഇതാണ്, ഈ ഇവർ തമ്മിലുള്ള ഒരു അൺഹോളി അലയൻസ് ആണ്. അപ്പൊ അത് നമ്മൾ സ്വീഡനത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടും യു കെയിലെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പല ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ കാരണം എന്ന് ഞാൻ പറയാം. അപ്പോൾ യൂറോപ്പിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. യൂറോവിഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂറോവിഷന്റെ ചാമ്പ്യൻ, ഒരു പാട്ട് മത്സരം എന്തോ ആണ്, പുള്ളിക്കാരൻ
ഇസ്രായേൽ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ട്രോഫി ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായിരുന്നു, ഞാൻ എൻ്റെ ട്രോഫി തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ ക്യാൻസൽ കൾച്ചർ പരിപാടികൾ യൂറോപ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യൂറോപ്പും US ആയിട്ട് തമ്മിലുള്ള, ഇപ്പൊ ട്രംപ് യൂറോപ്പ് തമ്മിലുള്ള ഒരു മെയിൻ അടി ഇതാണ്. നിങ്ങൾ ഇസ്ലാമവൽക്കരിക്കപ്പെടുന്നുണ്ട്. അത് പച്ചക്ക് പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ പുതിയ ഡോക്യുമെന്റിൽ പുള്ളിക്കാരൻ പച്ചക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തേലും മര്യാദക്കും വേണ്ട രീതിയിൽ ഇപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ യൂറോപ്പ് പിന്നെ നിങ്ങളുടെ ഡെമോഗ്രഫി മൊത്തത്തിൽ മാറും, മുസ്ലിം ഡോമിനേറ്റ് ആയിട്ട് മാറും എന്ന് പച്ചക്ക് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാരണം. അതിന് ഈ പറഞ്ഞ പോലെ യൂസ്ഫുൾ ഇഡിയറ്റ് ആയിട്ട് ഇങ്ങനെ വഴി വെച്ച് കൊടുക്കുന്നത് ഈ പറഞ്ഞ ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റ് കൾച്ചറാണ് ലെഫ്റ്റ്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ പോലെ ക്യാൻസൽ കൾച്ചർ പരിപാടികൾ. ഇസ്രായേലിനെ ഈ പറഞ്ഞതുപോലെ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി അവിടെ യൂറോവിഷനിൽ നടക്കുന്നു. വേറൊരു രാജ്യം അയർലൻഡിൽ ഇപ്പോൾ ലെഫ്റ്റ് വിങ് പരിപാടി തലക്ക് കയറി മൂത്ത് പിടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ ലെഫ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിൽ ആദ്യമായിട്ട് ഒരു രാജ്യം ഇസ്രായേലിനെതിരെ ട്രേഡ് കർബ്സ് കൊണ്ടുവരികയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ കൊമേഴ്സിൽ ലിമിറ്റേഷൻസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രേഡ് കർബ്സ് കൊണ്ടുവരുന്ന പരിപാടികൾ ചെയ്യാൻ പോവാണ്. ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ റഷ്യന്റെ പരിപാടികൾ നമ്മൾ പറഞ്ഞു. ഉക്രൈൻ്റെ പരിപാടി, റഷ്യ അവിടെ യൂറോപ്പിൽ കാട്ടിക്കൊണ്ടുന്ന പരിപാടികൾ കാരണം യൂറോപ്യൻ യൂണിയൻ റഷ്യന്റെ $210 ബില്യൺ 210 ബില്യൺ യൂറോന്റെ റഷ്യൻ അസറ്റ്സ് യുവിലുള്ളത് പിന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുള്ള പൈസ ഇനി റഷ്യക്ക് കൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ബോധമുള്ള പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ യുദ്ധം നിർത്താതിരിക്കാനുള്ള കാരണം റഷ്യ എന്ന് പറഞ്ഞതിന്റെ വേറെ ഉദാഹരണമാണ്. ഇപ്പൊ അടുത്ത് US ഉക്രൈനായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ ടോക്സ് നടന്നു. അതിനു മുന്നേ ഈ പറഞ്ഞ പോലെ ട്രംപും പുടിനായിട്ടും നടന്നു. അപ്പൊ ഇപ്പൊ അടുത്ത് അതിനുശേഷം US ഉക്രൈനായിട്ട് ടോക്ക് നടന്നത് കൊണ്ട് ക്രെംലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റഷ്യ പറയുന്നത്, ക്രെംലിൻ സജസ്റ്റ് മേ നോട്ട് ലൈക്ക് ന്യൂ ഉക്രൈൻ പീസ് പ്രപ്പോസൽസ് ആഫ്റ്റർ റീസെന്റ് US ഉക്രൈൻ ടോക്സ് എന്നുള്ളതാണ്. അതായത് ഇതാണ് ഇപ്പോൾ US ഉക്രൈൻ ടോക്സ് സക്സസ്ഫുൾ ആയി പീസ് പ്രപ്പോസലൊക്കെ വന്നതുകൊണ്ട് ഉക്രൈനെ പിന്നെ പിന്തുണക്കുന്ന പോലെയാണ് എന്നുള്ള ഒരു പ്രഭാവം വന്നതുകൊണ്ട് തന്നെ അവിടെ പുടിന്റെ ആൾക്കാർ പറയാണ് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല, ഉക്രൈൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പീസ് പ്രപ്പോസൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടി. ഇതാണ് ഒരു ഡിക്റ്റേറ്റർ പുടിൻ ഒരു അസൽ ഡിക്റ്റേറ്റർ ആണ് എന്ന് ഇതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. പിന്നെ UK ലോഞ്ചസ് മിലിറ്ററി ഇന്റലിജൻസ് സർവീസ് ടു കൗണ്ടർ എസ്കലേറ്റിംഗ് ത്രെറ്റ്സ്. UK ഈ പറഞ്ഞതുപോലെ ഈ പാസീവ് വാർഫെയർ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഇപ്പോൾ UK ഈ റഷ്യൻ്റെ പാസീവ് വാർഫെയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ റഷ്യ മാത്രമല്ല, ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമോ ലെഫ്റ്റ് ലോബി എന്ന് പറയുന്ന സംഭവം. ഈ ഒരു പാസീവ് വാർഫെയറിൻ്റെ പിന്നിൽ റഷ്യ മാത്രമല്ല ഉള്ളത്, മറിച്ച് റഷ്യ, ചൈന, ഇറാൻ ആൻഡ് നോർത്ത് കൊറിയ സസ്പെക്റ്റഡ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ ആർട്ടിക്കിളിൽ പച്ചക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വേൾഡിലെ തന്നെയുള്ള ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത്. ജർമ്മനിയിൽ നിന്നുള്ള വേറൊരു വാർത്ത. ജർമ്മനി അക്യൂസസ് റഷ്യ ഓഫ് 2024 സൈബർ അറ്റാക്ക് ആൻഡ് ഡിസ്ഇൻഫർമേഷൻ. 2024 സോഫ്റ്റ്വെയർ വഴി സൈബർ അറ്റാക്കുകൾ നടത്തിയതായിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം ജർമ്മനിയിൽ കണ്ടെത്തിയിട്ടുള്ളത് റഷ്യ ആയിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞ പോലെ പാസീവ് വാർഫെയറുകൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. വേറൊന്ന്, ബാൾട്ടിക് കൺട്രീസിൽ ഒരു രാജ്യത്തിൽ ഈ പറഞ്ഞ പോലെ റഷ്യ ബലൂൺസ് ഉപയോഗിച്ചുകൊണ്ട്, പാരച്യൂട്ട് പോലത്തെയുള്ള ബലൂൺസ് ഉപയോഗിച്ചുകൊണ്ട് സ്മഗ്ലിങ് ചെയ്യുന്ന പരിപാടികളും അങ്ങനെ എയർ സ്പേസ് ചെക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ നടക്കുന്ന പരിപാടികൾ, അതിൻ്റെ പേരിൽ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി തന്നെ പിന്നെ കോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ് ലിത്വേനിയ എന്ന് പറഞ്ഞ ബാൾട്ടിക് കൺട്രീസിൽ ഒന്നിൽ. ഇതാണ് റഷ്യൻ്റെ വേറൊരു പരിപാടികൾ ഇവിടെ ഉള്ളത്. ഇനി വേറൊരു ഇതുകൂടി ബൾഗേറിയൻ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഗവൺമെന്റ് റിസൈൻ ആഫ്റ്റർ മാസ് പ്രൊട്ടസ്റ്റ്സ്. ഇതാണ് വേറെ വാർത്ത. അതായത് ബൾഗേറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററും ഗവൺമെന്റും റിസൈൻ ചെയ്തു, പറഞ്ഞതുപോലെ പ്രൊട്ടസ്റ്റുകൾ വന്നതിന് ശേഷം. അപ്പോൾ ഗവൺമെന്റ് അവിടെ മാറുകയാണ് എന്നുള്ളതാണ് ഒരു വാർത്ത. ഇനി അവസാനത്തെ യൂറോപ്പിലെ വാർത്ത എന്ന് പറയുന്നത്
ICC prosecutor says UK threatened to defund court over Netanyahu arrest warrant. അപ്പോൾ നേതന്യാഹു അറസ്റ്റ് വാറന്റ് ഉണ്ടാക്കിയിട്ട് ICCയിൽ ഒരു പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ICC. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ICC പ്രോസിക്യൂട്ടർ ഇത് പറയുന്നു. അപ്പോൾ ICC എന്തായിരുന്നു ഫുൾ ഫോം? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഓക്കെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഓക്കെ, അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ, മറ്റേത് ICJ ആണ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ICCയിലെ പ്രോസിക്യൂട്ടർ UKക്കെതിരെ ഒരു പ്രോസിക്യൂട്ടർ നേതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് UK പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഇവിടെ വാർത്തകൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അംഗീകരിക്കാതിരിക്കാൻ അപ്പോൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിന് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, UK പറഞ്ഞു ICC ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കോർട്ടിന്റെ ഫണ്ടിങ് ഞങ്ങൾ പതുക്കെ അങ്ങ് നിർത്തിക്കളയും, ഇമാതിരി ആന്റിസെമിറ്റിക് പരിപാടികളൊന്നും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ ഒരു കേസിൽ UK നെതന്യാഹുവിനെതിരെ പിന്നെ ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതും UK അതിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് UK ഞങ്ങളുടെ ഫണ്ടിങ് നിർത്തുന്നു, ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞതൊക്കെ ആരാന്നറിയോ? കരീം ഖാൻ. ഇതേ ആളാണ് സെക്സൽ അലിഗേഷൻസ് കാരണം സെക്സൽ അബ്യൂസിന്റെ പല ന്യൂസുകളും പുറത്തു വന്നതിന് ശേഷം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ആളാണ് ഇപ്പോൾ ഇവിടെ എന്താ പറയാ, നെതന്യാഹുവിനെതിരെ കേസ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ ഡീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞ് ICC ഞങ്ങൾ ഡീഫണ്ട് ചെയ്തു, UK ഞങ്ങൾ ത്രട്ടൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളും ഇതേ കരീം ഖാനാണ്. ഇത് പേര് നോക്കുക, കരീം ഖാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി, ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടിയാണിത്. അപ്പോൾ കഴിഞ്ഞ കാര്യം ഇതാണ് യൂറോപ്പിലെ വാർത്തകൾ കഴിഞ്ഞു. വേണമെങ്കിൽ കട്ട് ചെയ്തു. ഓക്കെ, എന്തെല്ലാം ആഡ് ചെയ്യാനുണ്ടോ പാത്തു? കരീം ഖാൻ എവിടുന്ന വരണമെന്ന് എനിക്ക് മനസ്സിലായി. എവിടുന്നാ ഞാൻ പറയില്ല, പറഞ്ഞ ഞാൻ റേസിസ്റ്റ് ആവും. ഓ ഓക്കെ, അപ്പോൾ പാകിസ്ഥാനി. ബൈ. ഓക്കെ, അടുത്ത വാർത്ത. അല്ല, വാർത്തകൾ പോയിട്ട് ഇനി ഓഡിയൻസിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമോ? എനിക്കും ഒരു കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്തിട്ട് ഞാൻ ടെലിയിൽ അയച്ചെന്ന കുറച്ച് വീഡിയോസ് അത് എനിക്ക് പ്ലേ ചെയ്യാനുണ്ട്. ആ ഗ്രൂപ്പിൽ ഓക്കെ, വായിക്കട്ടെ? വായിക്കണോ? ആഫ്രിക്കയിൽ നിന്നുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് US accuses Rwanda at UN of leading region toward war. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ആഫ്രിക്കയിൽ റുവാൻഡയും കോങ്കോയും തമ്മിലുള്ളൊരു അടി, അതിൻ്റെ ഇടയിൽ കടന്നിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ISIS പോലത്തെ സംഘടനകളും. അപ്പോൾ ആ ഒരു സംഭവം, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ US ആയിട്ട് ഒരു കശപിശ ഉണ്ടാവുകയാണ്. US പറയുന്നത് ഇപ്പോൾ റുവാൻഡയാണ് ഈ യുദ്ധത്തിന് കാരണം, യുദ്ധം തീരാതിരിക്കാനുള്ള കാരണം റുവാൻഡയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു കശപിശ അവിടെ ഉണ്ടാവുന്നു. ഇനി സുഡാനിലെ സിവിൽ വാറിന്റെ കഥകളാണ്. ഡീപ്പനിങ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, അവിടെ പല വാർത്തകൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് ഇപ്പം അടുത്ത് ഈ സുഡാനിലെ പിന്നെ സിവിൽ വാറിലാണ് എന്നുള്ളൊരു വാർത്തകൾ നമ്മൾ ഇതിനു മുന്നേ വായിച്ചതാണ്. 5 ലക്ഷത്തിൽ 2.5 ലക്ഷം എന്ന് പറയുന്ന ഒരു വാർത്ത, വേറൊരു വാർത്ത 5 ലക്ഷം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പേര് മരണപ്പെട്ടു, കുറേ പേര് ഡിസ്പ്ലേസ്ഡ് ആയി, കുറേ കുട്ടികൾ പട്ടിണി കടന്ന് മരിക്കുന്നു, മാൽന്യൂട്രീഷൻ വഴി മരിക്കുന്നു. പെൺകുട്ടികളെ ഒരു സ്റ്റേറ്റ് ടോർച്ചറിങ് അപ്പാരറ്റസ്, ഒരു സ്റ്റേറ്റ് ത്രെറ്റനിങ് അപ്പാരറ്റസ്, സ്റ്റേറ്റ് ബ്ലാക്ക് മെയിലിംഗ് അപ്പാരറ്റസ് ആയിട്ട് ഉപയോഗിക്കുന്ന പരിപാടികളും നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും വിത്ത് ക്ലോസ് ടു 10 million people fleeing their homes, 10 million, the displacement crisis in Sudan is currently the largest and fastest growing in the world. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും പലസ്തീന് വേണ്ടി നിലവിളിച്ച ഒറ്റൊരു മനുഷ്യന് സുഡാന് വേണ്ടി നിലവിളിക്കാൻ കാണുന്നില്ല. കാസിം ഉസ്താദ് ഒഴിച്ച് വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എവിടെ ഈ പറഞ്ഞ പോലെ ലാലിമാര് ദുൽഖർമാര് ഒന്നും ഞാൻ കാണുന്നില്ല. എക്സ് മുസ്ലിം സംഘടനകളുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഫിഡൽസ്മാര് ഒന്നിനും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊക്കെ സുഡാനോട് റേസിസമാണ്, കർത്തവന്മാർക്ക് ചുരുണ്ട മുടിക്കാരൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്കറിയാത്തത്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത. അവരുടെ കുട്ടികളുടെ പടം പുറത്തു വരാത്തതുകൊണ്ടാണ്. ഗാസയിലെ ഇഷ്യൂ ഹിറ്റായതിൻ്റെ കാരണം അവിടുത്തെ കുട്ടികളുടെ പടം വെച്ചുകൊണ്ട്
ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അത് അവർ ക്ലിയർ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്ലാൻ തന്നെയാണത്. അതേപോലെ ആ ചിത്രങ്ങൾ പുറത്തെത്തിക്കാൻ അവിടെ ഇല്ല. ഒന്നാമത് അവിടെ ക്യാമറയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലല്ലോ. ഗാസയിൽ അതുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവർക്ക് അത് എടുക്കാൻ പറ്റി. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയണത് അവിടെ നിങ്ങൾ ഈ പറയുന്ന സാധനം ഇല്ല എന്നുള്ളത്, ഈ ജനോസൈഡ് നടക്കുന്നില്ല എന്ന് പറയുന്നത്. യെസ്, അത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പിന്നിൽ അതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ബാക്കിംഗ് ഉണ്ട് അതിന്, മുസ്ലിം ബ്രദർഹുഡിന്. അതുകൊണ്ടാണ് അത് ഫേമസ് ആവുന്നതും വേറെ ഉള്ള സാധനങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്തതും. അതാണ് സംഭവം. ഓക്കെ, ഇനി ഏഷ്യയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. തുർക്കമനിസ്ഥാൻ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സച്ചാധിപതി പോലത്തെ ഒരാളാണ് അവിടെ ഭരിക്കുന്നത്, സർദാർ ബർദി മുഹമ്മദോവ്. ഈ ഒരു രാജ്യം ഇപ്പോൾ ന്യൂസിലോട്ട് വരുന്നത് ഇപ്പം അടുത്ത അവിടെ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ്. അതിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ റഷ്യ, ടർക്കി, ഇറാൻ അങ്ങനത്തെ രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രത്തോടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് USSRന്റെ ഭാഗമാവുകയും ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ആ USSR പൊളിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ പറഞ്ഞതുപോലെ തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ അതാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു കൂട്ടത്തിന്റെ ഒരു കോൺഫറൻസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്.